ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. നമ്മൾ വരുമ്പോ ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ ബാലൻ എന്ന് പറയുന്നൊരു പടം കാണാൻ പോയി. അപ്പോൾ പടം കണ്ടു കഴിഞ്ഞ് വന്നതിന് ശേഷം കിടന്നുറങ്ങാൻ നിൽക്കുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ ഒരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ വർക്കിന് പോകുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പേ ഞാൻ എണീക്കാനുള്ള എല്ലാ ചാൻസും ഉള്ളൂ. അപ്പോൾ ഇതങ്ങ് എടുത്തു വെച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ രാവിലെ കുറച്ച് അധികം നേരം ഉറങ്ങാലോ എന്ന് കരുതിയാണ് ഞാൻ ഈ രാത്രി ഇരുന്ന് ഈ വീഡിയോ എടുക്കുന്നത്. പൊതുവേ എനിക്ക് മടി വന്നിട്ടുണ്ടെങ്കിൽ പല വിഷയങ്ങളും ഞാൻ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കലുണ്ട്. ഈ ഒരു സാധനം എനിക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ തോന്നിയില്ല, സംസാരിക്കണമെന്ന് തോന്നി. ഇവരെക്കുറിച്ച് പറയുന്നതിലുപരി ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും എന്നെക്കൊണ്ട് നല്ല രീതിയിൽ പറയാൻ സാധിക്കുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിഷയം എന്താണെന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പം വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിന്ധു കൃഷ്ണയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. എനിക്കറിയാം, മേ ബി എൻ്റെ വീഡിയോ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണാനുള്ള എൻ്റെ ഒരു മെയിൻ റീസൺ സിന്ധു കൃഷ്ണ ആൻഡ് ഫാമിലി. കാരണം ഒരു സൈഡിൽ ഇവർക്ക് ഒരുപാട് അക്സെപ്റ്റൻസ് ഉണ്ട്, റീച്ച് ഉണ്ട്, ഇഷ്ടമുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു സൈഡിൽ ഇവർക്ക് ഒരുപാട് ഹെയ്റ്റും ഉണ്ട്. കാരണം ഇവരുമായി ബന്ധപ്പെട്ട് ഏതൊരു കോണ്ടൻറ്റ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ കാണുന്നത് സമ്മിശ്ര കമൻറ്റാണ്. ചിലപ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര വെറുപ്പായിരിക്കും. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് പോവാം. സിന്ധു കൃഷ്ണ, കൃഷ്ണകുമാറിൻ്റെ മക്കൾ അഹാന, ഇഷാനി, ദിയ, ഹൻസിക, ഇവരുടെ കൂടെ തന്നെ റീച്ചിലായിട്ടുള്ള ഇവരുടെ ഒരു കസിൻ ഉണ്ട്, തൻവി എന്നാണ് ആളുടെ പേര്. എനിക്ക് റിലേഷൻ കറക്റ്റ് പറയാൻ അറിയില്ല. എനിക്ക് തോന്നുന്നു സിന്ധു കൃഷ്ണയുടെ അനിയത്തിയുടെ മകളാണോ അല്ലെങ്കിൽ സിന്ധു കൃഷ്ണയുടെ അനിയത്തിയാണോ, അങ്ങനെ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഈ തൻവി എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ഫാമിലിയിൽ വന്ന് നിന്ന സമയത്തൊക്കെയാണ് ഇവരുടെ ഫേസ്, ഈ തൻവിയുടെ ഫേസ് എല്ലാവരും ഇവരുടെ റിലേറ്റീവാണ്, കസിനാണ് എന്നൊക്കെ അറിഞ്ഞത്. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വരുന്നു, തൻവീൻ്റെ ഡിവോഴ്സിനെ പറ്റി പറയുന്നു. അതിനുശേഷം ഈ ഡിവോഴ്സ് ആയ ആളെ കല്യാണം കഴിക്കുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും എഗെയിൻ പ്രഗ്നൻ്റ് ആവുന്നു, ഒരു ഡാൻസ് വീഡിയോ. അങ്ങനെ ഇവരുടെ സിസ്റ്റർ ടാഗ് ലൈനിൽ കൂടെ തന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചില കോൺട്രവേഴ്സിയും വർത്താനവും അതും ഇതൊക്കെ ആയിട്ട് ഫേമസ് ആയി നിന്ന ആളാണ് തൻവി. അപ്പോൾ തൻവീൻ്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സ് ഓഫാണ്. അപ്പോൾ ഒരു റീസൺ എന്താണെന്നുള്ളത് ആലോചിച്ചാൽ തന്നെ അറിയാലോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. അവർ കാനഡ എങ്ങാനുമാണെന്ന് തോന്നുന്നു, കാനഡയിൽ നിന്ന് കേരളത്തിലോട്ട് വരാനുള്ളതിൻ്റെ ഒരു റീസൺ പറഞ്ഞുകൊണ്ടുള്ളതാണ്. അപ്പോൾ റീസൺ സിമ്പിൾ ആൻഡ് സിമ്പിൾ. നമ്മളുടെ സിന്ധു കൃഷ്ണയുടെ അച്ഛൻ ഈ അടുത്ത് മരിച്ചല്ലോ. അപ്പം അമ്മ ഒറ്റയ്ക്കാണ് ആ വീട്ടിലുള്ളത്. പിന്നെ കെയർടേക്കേഴ്സ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം അമ്മ വളരെയധികം കരഞ്ഞ് വിഷമപ്പെട്ട് സങ്കടപ്പെട്ടിട്ട് തൻവീനെ വിളിച്ചു വരുത്തുകയാണ്. എനിക്ക് ആരുമില്ല മോളെ, നീ ഒന്ന് വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും പൊങ്കാല എവിടേക്കാണ് പോവുക? സിന്ധു കൃഷ്ണൻ്റെ അടുത്താണ് പോവുക. അപ്പം അതൊക്കെയാണ് നമ്മുടെ വിഷയം. ആദ്യം നമുക്ക് തൻവി അപ്ലോഡ് ചെയ്ത വീഡിയോയിലോട്ട് പോവാം. ഉണ്ടായ സമയത്ത് അപ്പൂപ്പൻ മക്കളെ നീ വരുന്നില്ലേ, മക്കളെ നീ എപ്പോൾ വരും എന്ന് പറയും. അപ്പം ഞാൻ അപ്പൂപ്പ ചുമ്മാ അപ്പൂപ്പ, ഞാൻ എന്തായാലും ഇനി കൊച്ചു ജനിച്ച് കുറച്ച് മാസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. നിങ്ങൾക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുണ്ടല്ലോ. അതുമാത്രമല്ല ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും സ്ഥിരം നിൽക്കുന്നില്ലായിരുന്നു. നമ്മുടെ ഇച്ചിരി വലിയ വീടാണ്, അവിടെ ഒരു 5 ബെഡ്റൂമുള്ള വീടാണ്. അപ്പോൾ അതെല്ലാം മൊത്തവും ഡെയിലി വൃത്തിയാക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്ഥിരം ആൾക്കാർക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതല്ല എങ്കിൽ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണും. ലൈക്ക് അവർക്ക് കുറച്ച് കഴിയുമ്പോൾ നിന്ന് ഒരാളുടെ അമ്മയ്ക്ക് വയ്യാതെയായി, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാലും ഞാൻ അമ്മൂമ്മ അപ്പൂപ്പനോട് പറയും അഡ്ജസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ അവസാനം എൻ്റെ വളകാപ്പിൻ്റെ തലേ ദിവസം വരെ അപ്പൂ പറഞ്ഞു, മക്കളെ നീ എന്ന് വരും, നീ വന്ന് വരും. ഞാൻ വരാം അപ്പൂപ്പ, ടിക്കറ്റൊന്നും എടുത്തില്ല, നീ സമയമുണ്ടല്ലോ, എന്തിനാണ് നിങ്ങൾ കിടന്നെ ചുമ്മാ ഇപ്പോഴേ വിളിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് വരെ പറഞ്ഞ്. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അറിയുന്നത് അപ്പൂപ്പൻ ഇങ്ങനെ മരിച്ചു പോയെന്ന്. അതും കൂടെ ആയിരുന്നപ്പോൾ ഞാൻ ഭയങ്കര റിഗ്രറ്റായിരുന്നു. കാരണം എന്നെ അവരാണ് വളർത്തിയത്. അപ്പോൾ അവർ അവസാനം എന്നെ 1-2 വർഷം നീ വാന്ന് വിളിച്ചിട്ട് ഞാൻ വന്നില്ല. കാരണം ഞാൻ പൈസ ഉണ്ടാക്കുന്നു, എനിക്കിങ്ങനെ കുറേ പൈസ ഉണ്ടാക്കുന്നു, എനിക്ക് അവിടെ കാനഡയിലൊരു വീട് വയ്ക്കണം, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പരിപാടി, പ്ലാനും. അപ്പോൾ അവരെ വീട് വയ്ക്കണം.
എന്തായാലും തൻവി എന്ന് പറയുന്ന വ്യക്തി കുറേ കാലമായി കാനഡയിൽ നിന്ന ആൾ ഇപ്പോൾ കാനഡയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കേരളത്തിൽ വന്ന് സെറ്റിലാവുമ്പം എന്തായാലും ചോദ്യം വരും എന്നുള്ളത് കൺഫേമാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ വ്ളോഗേഴ്സിനടുത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടേണ്ടി വരും എന്നറിയുന്നത് കൊണ്ടായിരിക്കാം ഈ വീഡിയോ ഇട്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പതിപ്പ് എന്താണെന്ന് വെച്ചാൽ ചില സത്യാവസ്ഥകൾ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഇപ്പോൾ സിന്ധു കൃഷ്ണനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ വീട്ടിൽ അവർക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ ഒരു സാഹചര്യം ആണെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിലും എല്ലാം വെച്ച് നോക്കുമ്പം ആ അമ്മമ്മേനെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ട്. എന്നിട്ടും അവർ ആ അമ്മമ്മേനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ഈ അമ്മമ്മേനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. കാരണം ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടേ അറിയാം സിന്ധു കൃഷ്ണയ്ക്കും അവരുടെ ഫാമിലിക്കും എഗെയിൻസ്റ്റ് നല്ലൊരു നെഗറ്റീവ് വരുന്നു. അപ്പം എവിടേക്കോ അറിഞ്ഞുകൊണ്ട് ഇവരെന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളൊരു സാധനം എന്നെ ഏറ്റവും കൂടുതൽ ഈ വീഡിയോയിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു ഭാഗം ഇതാണ്. ആൻഡ് ഞാൻ ഈ വീഡിയോ എടുത്ത് സംസാരിക്കാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ തുടക്കത്തിലുള്ളൊരു ഭാഗം. കാരണം ഇതിൽ തുടക്കത്തിൽ ആളിങ്ങനെ പറയുന്നുണ്ട് ആളുടെ അമ്മൂമ്മയും അപ്പൂപ്പനും ആളെങ്ങനെ നാട്ടിലോട്ട് വരാൻ വേണ്ടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയി വിളിച്ചുകൊണ്ടിരുന്നു. 1-2 കൊല്ലമായി കണ്ടിന്യൂസ് ആയി വിളിച്ചിട്ടും തൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റിലാക്കട്ടെ, വീട് റെഡി ആവട്ടെ, പൈസ ഉണ്ടാക്കട്ടെ, കുട്ടി വരട്ടെ, അതിനുശേഷം വരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടുകയാണ്. അപ്പോൾ ഓരോ തവണയും അവരിങ്ങനെ ചോദിക്കുമ്പം ഇപ്പോൾ വരാം, നാളെ വരാം, മറ്റന്നാൾ വരാം, അതിൻ്റെ പിറ്റേന്ന് വരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി ലാസ്റ്റ് ആൾ വരേണ്ടിണ്ടായിരുന്നൊരു സാഹചര്യം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വിളിച്ചുകൊണ്ടിരുന്ന അപ്പൂപ്പൻ്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴോ അല്ലെങ്കിൽ അപ്പൂപ്പൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് വന്നത്. അപ്പോൾ ഇതെനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് ഈ പ്രവാസികളോടാണ്. അല്ലെങ്കിൽ അമ്മേനെയും അച്ഛനെയും നാട്ടിലാക്കിക്കൊണ്ട് പുറം രാജ്യങ്ങളിൽ പോയി സെറ്റിലാവുന്ന നിങ്ങളോടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഒരു ചെറിയ പ്രായം തൊട്ടിട്ട് നിങ്ങളുടെ ഒരു വലിയ പ്രായം വരെ നിങ്ങളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലി തന്ന് നല്ല സ്ഥിതിയിലെത്തി നല്ലൊരു വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബത്തിലോട്ട് പറഞ്ഞയച്ച് നിങ്ങളെ ആഗ്രഹിച്ച രീതിയിൽ അവർ നിങ്ങളെ വളർത്തിയെടുത്തതാണ്. അപ്പോൾ അവരുടെ ഏറ്റവും വീക്കായിട്ടുള്ളൊരു ടൈമാണ് അവരുടെ ഒരു ഏജ് ആയിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത്. ഈ ടൈമിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക നമ്മളുടെ ഒരു പ്രസൻസാണ്. നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് നമ്മുടെ പാരൻസിൻ്റെ പ്രസൻസ് നമ്മൾ എത്രത്തോളം ആഗ്രഹിച്ചോ അവർ ഏജ് ആവുന്ന സമയത്ത് അവർ നമ്മളുടെ പ്രസൻസ് അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പല പ്രവാസികൾക്കും ഇതിന് അവൈലബിൾ ആവാൻ പറ്റുന്നില്ല. കാരണം അവർ ബിസിയാണ്, അവർ തിരക്കാണ്, ജോലി ചെയ്യാൻ, പൈസ ഉണ്ടാക്കാൻ, അല്ലെ അവർക്കുണ്ടായ ഒരു കുടുംബം, ആ കുടുംബത്തിലോട്ട് എത്താനുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ആ കുടുംബത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും തിരക്കാണ്. ഈ തിരക്കിട്ട് ഓടുന്ന സമയത്ത് നിങ്ങളെല്ലാവരും മിസ് ചെയ്യുന്ന, നിങ്ങളെല്ലാവരും നഷ്ടപ്പെടുത്തുന്ന കുറച്ച് നല്ല വ്യക്തികൾ അല്ലെങ്കിൽ കുറച്ച് നല്ല മെമ്മറീസ് എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ കൂടെ നിൽക്കാൻ പറ്റുന്നതാണ്. പിന്നെ തിരിച്ച് വന്ന് ഈ മെമ്മറീസ് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ തിരിച്ച് പിടിക്കാമെന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ പലതും നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം, കൊടുക്കേണ്ട സ്നേഹം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അപ്പം ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ബ്രദർ, ആൾക്ക് ഒരിക്കലും ആൾ വരാണ്ട് നിന്നതല്ല. ആളുടെ സാഹചര്യം, ജോലി, തിരക്ക്, വിസ പ്രോസസ്സിങ് കാരണമാണ് ആൾക്ക് എത്താൻ പറ്റാത്തത്. പക്ഷേ എനിക്കിത് ഓർമ്മയുണ്ട്, എൻ്റെ അമ്മയുടെ ഒരു ലാസ്റ്റ് ടൈം വരെ എന്നോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവനെ കാണണം, അവനെ വിളിക്കുക, അവനെ വീഡിയോ കോൾ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഏജായി, ആൾക്ക് മറവി കാര്യങ്ങളൊക്കെ വന്നത് വിട്ടുപോയി. അവൻ വരാനായിരുന്നു ഞങ്ങളെല്ലാവരും കാത്തുന്നത്. പക്ഷേ അവൻ വരുന്നത് രാത്രി 11 മണിക്കാണെങ്കിൽ അതിൻ്റെ തലേ ദിവസമാണ് അമ്മൂമ്മ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് അവൻ എന്നും പെയിൻഫുൾ എന്ന് വെച്ചാൽ എന്നും പെയിൻഫുള്ളാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഒരു സാധനമാണ് എനിക്ക് മെയിൻ ഇതിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പാരൻസ് നമ്മളല്ലാണ്ട് ആരെ ടേക്ക് കെയർ ചെയ്യാനുള്ളത്, ആരവരുടെ കൂടെ നിൽക്കാനുള്ളത്, ആരവരെ ചേർത്ത് നിർത്താനുള്ളത്, നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം ജീവിതം ധൃതി പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടാം. അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. അമ്മൂമ്മ എന്താ? അപ്പം ഇവിടെ നിന്നാണ് വീഡിയോൻ്റെ ഒരു മാറ്റം. അപ്പം ഈ അപ്പൂപ്പൻ്റെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആൾ പറയുകയാണ് ഇപ്പം ഞാൻ നാട്ടിലോട്ട് വരാൻ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ എന്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കോള് കാണിക്കുന്നത്. ഈ കോള് അമ്മൂമ്മയായിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. ദാറ്റ് മീൻസ് സിന്ധു കൃഷ്ണയുടെ അമ്മ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്.
ബാക്കി കേൾക്കാം. ഉണ്ട് എന്ത് ചെയ്യണടാ? പാക്കിങ് എന്റെ കൊച്ചുങ്ങളെ ഇവിടെ എന്റെ കൊച്ചു ഒരാള് കുഞ്ഞു വാവയെ കുഞ്ഞുവാവ് ഉറങ്ങുവാ. പിന്നെ ടിഷ്യൂ ഒന്ന് കേട്ടെ. ലിയാനെ ഡേ കെയറിൽ പോയി. എന്താണ് ഇന്ന് ഡേറ്റ് എത്ര? ഇന്ന് 12. ഞാൻ ഡേറ്റ് പറയല്ലേ ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ. ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടിയെടുത്തോ. ഇതില് ആ അമ്മമ്മ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ദിവസം എണ്ണി കാത്തിരിക്കുകയാണ് മോളെ ഞാൻ, ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിൽ നിന്നാണ് ഈ കോൺട്രവേഴ്സിയുടെ ആരംഭം. സിന്ധു കൃഷ്ണയുടെ അമ്മയും അച്ഛനും സിന്ധു കൃഷ്ണയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അച്ഛൻ നഷ്ടപ്പെട്ടു, അമ്മ മാത്രമാണുള്ളത്. അപ്പോൾ കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ ആലോചിച്ചാൽ അറിയാം, സ്വന്തം ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മ എത്രത്തോളം ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോവുക എന്നുള്ളത്. കാരണം അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഇത്രയും കാലം അവരുടെ കൂടെ നിന്നുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അത് എത്രത്തോളം പെയിൻഫുൾ ആണെന്നുള്ളത് ആലോചിച്ചാൽ അറിയാം. അപ്പോൾ അമ്മ മാത്രം അവിടെയുള്ള സ്ഥിതിക്ക് ആ അമ്മേനെ കൂട്ടിക്കൊണ്ട് വന്ന് നോക്കുക എന്നുള്ളത് സിന്ധു കൃഷ്ണൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി സിന്ധു കൃഷ്ണയ്ക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റില്ലെങ്കിൽ അവിടെ പോയി നിൽക്കുക എന്നുള്ളതും സിന്ധു കൃഷ്ണൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അവരൊരിക്കലും എഫേർട്ട് എടുത്തുകൊണ്ട് സ്വന്തം അമ്മയെ വീട്ടിലെത്തിക്കാനോ അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കാനോ ഉള്ളൊരു കാര്യം കണ്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം വ്ളോഗ് വരുന്നു, വ്ളോഗിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പപ്പ അങ്ങനെയായിരുന്നു, പപ്പ ഇതായിരുന്നു, പപ്പ അവിടെ ഇരുന്നു, പപ്പ അതില നടന്നു എന്നീ സാധനങ്ങൾ പറയുന്നുണ്ട്. ഈവൻ അഹാനകൃഷ്ണയാണെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് അമ്മച്ചൻ്റെ മെമ്മറീസ് കംപ്ലീറ്റ് പറയുന്നുണ്ട്. ഇഷാനി കൃഷ്ണയാണെങ്കിലും Q&Aയിൽ വന്നിട്ട് അമ്മച്ചൻ്റെ മെമ്മറീസ് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും അമ്മമ്മേനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മീൻസ് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല ലൈക്ക് അമ്മയ്ക്ക് എത്ര പെയിൻഫുൾ ആണ് എന്നുള്ളത്. ഇവർക്കിപ്പം വിചാരിച്ചാൽ ആ അമ്മമ്മേനെ അവിടെ കൊണ്ടുപോയി നിർത്താം, വേണ്ട സാഹചര്യമുണ്ട്, സിറ്റുവേഷനുണ്ട്, പൈസയുണ്ട്. കാരണം ഇവർ വാങ്ങുന്ന ചെറിയ ചെറിയ സാധനങ്ങളുടെ പൈസ നോക്കി വെച്ചാൽ അതിൻ്റെ എക്സ്പെൻസ് പോലും ഈ അമ്മമ്മയ്ക്ക് വേണ്ട. പക്ഷെ ആ വീട്ടിൽ നിൽക്കുമ്പോൾ അമ്മമ്മയ്ക്ക് കിട്ടുന്ന മെൻ്റൽ റിലീഫ് ഉണ്ട്. മോളുണ്ട്, മരുമോനുണ്ട്, പേരക്കുട്ടികളുണ്ട്, ഇനി പേരക്കുട്ടികളുടെ കുട്ടികളുണ്ട്, എല്ലാവരുമായി ചേർന്ന് നിൽക്കുക. പക്ഷെ അതിനുള്ള എഫോർട്ട് ഇവരെടുത്തില്ല. 100 അല്ല 200 അല്ല 300 അല്ല 500% തെറ്റാണ്. ചിലപ്പോൾ ഇവരിനി പറയും ഞാൻ അമ്മേനെ വിളിച്ചു, അമ്മ വരായിട്ടാണ്, അതാണ് ഇതാണ്, ഇനി എക്സ്ക്യൂസുകളുടെ ചാകരയായിരിക്കും. എന്തൊക്കെ എക്സ്ക്യൂസ് ഇട്ടാലും ആ പാവത്തിന് ഒറ്റയ്ക്ക് അവിടെ നിർത്തിയല്ലോ. ആൾ തന്നെ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ആരുമില്ല. വൈ? തൊട്ടടുത്ത് കിലോമീറ്റർ വ്യത്യാസത്തിൽ മകൾ ഉണ്ടായിട്ട് എന്തിനാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പേരക്കുട്ടീനോട് പറഞ്ഞത്? ഇത്ര നാൾ സമാധാനമുള്ള ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന്. എല്ലാ മക്കളെ എന്തായിരുന്നു അനുവിന്റെ അപ്പൂപ്പൻ പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി, എനിക്ക് ആരെടുത്തരും ഇല്ല. ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് അപ്പൂപ്പൻ പോയി, ഞാൻ ഒറ്റയ്ക്കായി, അപ്പം തൊട്ട് എനിക്ക് ആരുമില്ല. എന്ത് വേദനയോട് കൂടിയാണ് ആ അമ്മ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്ക്. എന്ത് വേദനയോട് കൂടിയാണ്, എത്ര വിഷമം. ഇങ്ങനെയൊക്കെ ആ അമ്മേനെ സങ്കടപ്പെടുത്തിയിട്ട് സിനിമയും ഷോർട്ട് ഫിലിമും എടുത്ത് അല്ലെങ്കിൽ മോഡലിങ്ങും ഫോട്ടോയും ചെയ്ത് സാരിയും വിറ്റുകൊണ്ട് നടന്ന് റംബൂട്ടാനും കാണിച്ച് നടന്നതുകൊണ്ട് അല്ലെങ്കിൽ കേക്കും കാണിച്ച് നടന്നുകൊണ്ട് കേക്കും ഉണ്ടാക്കി നടന്നുകൊണ്ട് എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? ആത്മാർത്ഥമായി ഞാൻ ചോദിക്കുക, എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ 24 മണിക്കൂറും അപ്പൂപ്പൻ പോയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന അഹാനയുടെ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് വരെ സങ്കടം തോന്നും. അത്രത്തോളമാണ് ഓരോ മെമ്മറീസും എടുത്തു വെച്ച് പറയുന്നത്. ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് ജീവനോടുള്ള സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് അമ്മൂമ്മേനോട് കാണിക്കുന്നില്ല? നിങ്ങളങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ, ഞാൻ എടുത്തു പറയാം, നിങ്ങളങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ഒരിക്കലും കാനഡയിൽ നിന്ന് മോളെ വിളിച്ച് വരുത്തേണ്ട ആവശ്യം ഈ അമ്മൂമ്മയ്ക്കില്ല. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇനി ഇതിനെ എങ്ങനെ വേണേൽ ന്യായീകരിച്ചോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എങ്ങനെ വേണേൽ ന്യായീകരിച്ചോ, വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലടാ. ഞാൻ ഒറ്റയ്ക്കാന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. മോളെ എന്നെ കാണണമെന്ന് അമ്മൂമ്മയ്ക്ക് ആഗ്രഹമുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ഇതല്ല, അമ്മൂമ്മ ഒറ്റയ്ക്കാ. എല്ലാവരും ഫേക്കാണല്ലോ ഈ സോഷ്യൽ മീഡിയയിലുള്ള. വരുന്ന ആൾക്കാരും നേരെ നിൽക്കുന്നില്ല, അതാണ് അമ്മൂമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരും ഇല്ല, ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി
ഹൈ BP ആണ്. അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട്. ജോലിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അമ്മൂമ്മ പറഞ്ഞൊരു സാധനമുണ്ട്, എന്നെ ഫോൺ വിളിക്കാൻ പോലും എനിക്കൊരാളില്ല. അത് കാരണം ടെൻഷൻ അടിച്ച് എൻ്റെ BP കൂടിയെന്ന്. ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഉദ്ദേശിക്കുന്നത് സിന്ധു കൃഷ്ണയൊന്നും ഒരു തവണ പോലും വിളിച്ച് നോക്കുന്നില്ല എന്നുള്ളതല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറ. ഇവിടെ എനിക്ക് ഒന്നെങ്കിൽ ഇവർ പ്ലാൻ ചെയ്തതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കറക്റ്റ് ഇവർക്ക് എഗെയിൻസ്റ്റ് സംസാരിക്കുന്ന രീതിയിലാണ് ഈ അമ്മൂമ്മയുടെ ഓരോ കോൺവെർസേഷനും വന്നിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, നിങ്ങൾ കേട്ട് നോക്ക്. ഓരോ സെൻറ്റൻസും എന്നെ വിളിക്കുന്ന കൂടിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ എന്താ സ്നേഹം, എന്താ ഇഷ്ടം, എന്താണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? സ്വന്തം അമ്മേനോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഇവിടെ മക്കൾ പറയുന്നതൊക്കെ ലൈക്ക് അഹാന, ഇഷാനി, ദിയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ എനിക്ക് എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കൂടെ നടക്കും, ഞങ്ങളുടേതാണ് എല്ലാം ഒക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബമുണ്ട്, മക്കളുണ്ട്, ഫെയിമുള്ള മക്കളുണ്ട്, പൊളിറ്റീഷ്യനായ ഹസ്ബൻഡുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ എക്സിസ്റ്റൻസിന് കാരണം ഇവർ ബർത്ത് കൊടുത്തത് കൊണ്ടാണ്. ഇവർ നിങ്ങളെ കൃഷ്ണകുമാറുമായിട്ട് വിവാഹം കഴിക്കാനുള്ള ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ എത്തിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് ഈ പറഞ്ഞ അഹാന കുടുംബം, ഇഷാനി കുടുംബം, ദിയ കുടുംബം, ഹൻസിക കുടുംബം ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഇവരെ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ നമ്മുടെ പാരൻസിനോട് നമ്മൾ ചെയ്യുന്ന തെറ്റ്, അതിൻ്റെയൊക്കെ പ്രതിഫലം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ നിങ്ങൾ അനുഭവിക്കുമെന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ഓഡിയോസ് കംപ്ലീറ്റ് ഇരുന്ന് ഞാൻ വീഡിയോസ് ഞാൻ 1 ടൈം കണ്ടു. പക്ഷേ ഞാൻ ഈ ഓഡിയോസ് ഒന്നും കംപ്ലീറ്റ് ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം വർക്ക് കഴിഞ്ഞ് വന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിടുക ചെയ്തത്. ഇപ്പോൾ കേൾക്കുമ്പോൾ ഞാനും പല ഭാഗങ്ങളും കേട്ട് ഷോക്കാവുക. കാരണം അങ്ങനെയാണ് കഥ പറച്ചിൽ. വ്ളോഗിൽ കഥ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് ഇപ്പോഴാണ് മനസ്സിലായി. അമ്മൂമ്മേനെ കൊണ്ട് രാവിലെ എക്സസൈസ് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീച്ച് നമ്മൾ രാവിലെ CPT നടക്കാൻ പോകും, ഓടാൻ പോകും. ഞാൻ എണീക്കും, അവളെന്നെ എണീപ്പിക്കും. അല്ല മക്കളെ, നിങ്ങളെയൊക്കെ കാണുമ്പോ ഒരു പക്ഷെ എന്റെ വീട്ടിൽ കുറഞ്ഞു കിട്ടുമെന്ന്, കുഞ്ഞുങ്ങളെ കാണുമ്പോ കുറഞ്ഞു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ കുറഞ്ഞു കിട്ടും. നമ്മള് വരുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അമ്മൂമ്മ വിഷമിക്കണ്ട. ഓക്കെ, എന്തായാലും കുഞ്ഞിനെ കാണാൻ നോക്ക്. കാത്തിരുന്ന് പോയടാ. അമ്മൂമ്മയാണ് നമ്മള് വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് പോകുമ്പോ അമ്മൂമ്മയാണ് അവളെ നോക്കേണ്ടത്. അതൊക്കെ ഞാൻ നോക്കും. പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്ത്, പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്ത്. അല്ല, അതിവിടെ വീട്ടിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അടുത്താക്കിട്ട് പോയാലെന്ത്? അത് പൊടിക്കുഞ്ഞല്ലേ, പാല് പമ്പ് ചെയ്ത് വെച്ചാ നിങ്ങക്ക് നോക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ലിയനെ കൊടുത്തു വിട്ടപ്പോ അമ്മമ്മ അയ്യോ കൊച്ചു കരയുന്നേ, അവള് മരിക്കാറേന്നൊക്കെ. പിന്നെ എന്റെ കൊച്ചു കരഞ്ഞോണ്ടിരുന്നാ പിന്നെ അതൊക്കെ എനിക്ക് വിഷമമാണ്. അങ്ങനെയൊന്നും അവര് കരയാൻ പാടില്ല. അവരെപ്പോഴും ചിരിച്ച് നന്നായിട്ടിരുന്നാലല്ലേ. എനിക്ക് അമ്മമ്മ ആദ്യം കരയാതെ ചിരിച്ചിരിക്കുക, അതാകുമ്പോ നമുക്കും സന്തോഷമാവും കേട്ടാ. ഇനി അമ്മമ്മ വിഷമിക്കണ്ട, നമ്മള് പാക്കിങ് നടത്തട്ടെ. അപ്പൊ എന്തായാലും അമ്മമ്മ ഉറങ്ങിക്കോ. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് സംഭവം. ഇപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പീസ്ഫുള്ളാണ്. ആൾക്ക് ഇപ്പോൾ ഒരു സമാധാനം കിട്ടിയിരിക്കുകയാണ്. ഫ്രണ്ടിലോട്ടുള്ള ലൈഫിനൊരു വെളിച്ചം കിട്ടിയിരിക്കുകയാണ്, ഒരു ഡയറക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ആൻഡ് ഈ വീഡിയോയിൽ തന്നെ ആൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ നോക്കും. സിറ്റുവേഷൻ ഇതുപോലെ വേഴ്സ് ആണെങ്കിൽ ഞാൻ നാട്ടിൽ തന്നെ സ്റ്റേ ചെയ്യും, ആൾ മാത്രമേ തിരിച്ചു പോകൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അമ്മൂമ്മയും തൻവിയും എന്തൊക്കെയോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലായി. അപ്പോൾ മനസ്സിലായല്ലോ, എത്രയൊക്കെ ആണെങ്കിലും സ്വന്തം കാര്യം സിന്ദാബാദ്, അതാണ് ലോകം എന്ന് പറയുന്നത്. അവർ കാണിക്കുന്നതോ അല്ല അവർ പുറത്തിടുന്നതോ ഒന്നുമല്ല ഇവരുടെ ഒരു റിയൽ സാധനം എന്നുള്ളതും കൂടെ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ബാക്കി കാണാം. ഡെയിലി രാവിലെയും വൈകിട്ട് അമ്മൂമ്മ വിളിച്ചിങ്ങനെ കരയും. ഈ കരച്ചിൽ എന്നെക്കൊണ്ട് അപ്പൂപ്പനെയാ വന്ന് നോക്കാൻ പറ്റിയില്ല. അമ്മൂമ്മയുടെ ഈ കരച്ചിലും കൂടി കേൾക്കുമ്പോൾ എനിക്ക് ഡെയിലി ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് സ്ട്രെസ്സാണ്. എനിക്ക് സ്ട്രെസ്സെന്ന് വെച്ചാൽ
അമ്മൂമ്മയ്ക്ക് എന്തോ അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, അമ്മൂമ്മ ഒറ്റയ്ക്കായിപ്പോയി. കാരണം ഈ നിൽക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, അവർ വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പോവും. പിന്നെ അമ്മൂമ്മയുടെ കുറച്ച് സാധനം അമ്മൂമ്മയ്ക്ക് സ്റ്റെപ്പൊന്നും കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മൂമ്മ മുമ്പേ അപ്പൂപ്പ ഉള്ള സമയത്ത് ഒരു സാധനം കൊണ്ടുപോയി 1-2 സാധനങ്ങൾ പുതിയത് കൊണ്ടുപോയി മേലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പേ അത് താഴെ കൊണ്ടുവരാൻ നോക്കിയപ്പോഴത്തേക്ക് ആ പുതിയ സാധനങ്ങളൊക്കെ അവരടിച്ചുകൊണ്ട് പോയായിരുന്നു, ഈ ക്ലീൻ ചെയ്യാൻ വന്നവരൊക്കെ. കാരണം വേറെ ആരും ആ വീട്ടിൽ വരാറില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര മറവിയാണ്. ഞാൻ ഒരു സാധനം എവിടെ വെച്ചാന്ന് പറഞ്ഞ് ഓർമ്മയില്ല. ഞാൻ പണ്ട് അമ്മൂമ്മയുടെ അവിടെ വെളിയിൽ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ കടയിൽ പോയി ബിരിയാണി മേടിക്കാൻ വേണ്ടി പൈസ തന്നിട്ട് ഞാൻ ചേഞ്ച് പോലും മേടിച്ചു. ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ മോഷണം പോയിട്ട് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരും എന്നുള്ളൊരു സാധനമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് 5 ബെഡ്റൂമുള്ള വലിയ വീടാണ്, അവിടെ നിൽക്കുന്ന സെർവൻസ് ആണെങ്കിൽ ഫുൾ ടൈം നിൽക്കുന്നില്ല. ഈ സെർവൻറ്റ് വന്ന സെർവൻറ്റ് ഇപ്പോൾ 2 മാസം നിന്ന് അവർ തിരിച്ചു പോയി, പിന്നെ അടുത്ത ആൾ വരുമ്പോൾ വീണ്ടും 2 മാസം നിൽക്കുന്നു പോകുന്നു. അപ്പോൾ ഇവർക്ക് ഒരു ഫുൾ ടൈം നിൽക്കുന്നില്ല. അപ്പോൾ ഒരാൾ തന്നെ ഒരു 1 ഇയർ 2 ഇയർ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അവർ ആ അമ്മൂമ്മ ആളുമായിട്ട് ഭയങ്കര കംഫർട്ടബിളായി അമ്മൂമ്മ ഓക്കെയാവും. ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്കൊരു വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ എനിക്കൊരു ഹെൽപ്പിന് ഒരു സെർവൻറ്റ് വരികയാണെങ്കിൽ അവരിപ്പോൾ 2 മാസം കഴിയുമ്പോൾ അല്ല ഒരാഴ്ച കഴിഞ്ഞ് പോകുമ്പോഴും ചിലപ്പോൾ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഞാൻ എൻ്റെ വർക്ക് എൻ്റെ കാര്യങ്ങളായിട്ട് ഭയങ്കര എൻഗേജ്ഡാണ്. ഇതൊരു ഏജ് ആയിട്ടുള്ള ആൾക്കാരെ ഇവർക്ക് പ്രത്യേകിച്ച് ടി വിയിലോ ഒരു ഏജ് കൂടുന്നതിനനുസരിച്ച് ശ്രദ്ധിച്ചറിയാം, ടി വി സീരിയൽസൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഇതിനോടൊക്കെയുള്ള താല്പര്യം കുറഞ്ഞു വരും. അപ്പോൾ ഇവർക്ക് ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടാവണം, വർത്തമാനം പറയണം, സംസാരിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് ആ ബെഡ്റൂം നിങ്ങളെ കാണുന്നതാണ് എൻ്റെ ബെഡ്റൂം ഇവിടെയെല്ലാം മുകളിലാണ്, പക്ഷെ അതാണ് എൻ്റെ ഒരു ബെഡ്റൂം. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം ആ ബെഡ്റൂമിൽ എൻ്റെ കൂടെ ഒന്നെങ്കിൽ അമ്മമ്മ ഉണ്ടാവും അല്ലെങ്കിൽ അച്ഛമ്മ ഉണ്ടാവും. ഇപ്പോൾ 2 പേരും ഇല്ല. ഇവർ 2 പേരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് രാത്രി ഒന്ന് റൂമിൽ വന്നൊന്ന് കടന്നുറങ്ങാൻ നിൽക്കുന്ന സമയത്തായിരിക്കും 2 പേരും കഥ തുടങ്ങുക. 2 പേരും എന്തെങ്കിലുമൊക്കെ അവരുടേതായൊരു കഥ പറയും. കുറേയൊക്കെ കേട്ടിരിക്കും. കുറേ കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരും. കുറേ കഴിയുമ്പോൾ ഞാൻ പറയും വേഗം ഉറങ്ങി കേട്ടോ, നാളെ എനിക്ക് പണിയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കടന്നുറങ്ങും. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് ഫോണില്ല, അവർക്ക് ടി വി ഇല്ല, ഒന്നുമില്ല. അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആരോടെ സംസാരിച്ചിരിക്കുന്നതാണ്. ഈ ഫ്രീക്വൻലി ഒരാൾ വന്നും പോയി കളിക്കുമ്പോൾ അത് അവരെ മാനസികമായിട്ട് ഒരുപാട് ബാധിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്, ഈ സെർവൻസ് ഇല്ല എന്നുള്ളത്. പിന്നെ വരാനോ നോക്കാനോ അല്ല, ഞാൻ ആലോചിക്കും ഈ അമ്മൂമ്മേനെയൊക്കെ അവിടെ കൊണ്ടുപോയി നിർത്തുന്നതുകൊണ്ട് എന്ത് പാടാണ് ആ വീട്ടിലുള്ളത് എന്ന് എനിക്കറിയില്ല. ഹോം ടൂർ കണ്ടത് പ്രകാരം 5 ബെഡ്റൂം എങ്ങാനും ഉണ്ട്. അവിടുത്തെ പണി മുഴുവൻ ചെയ്യുന്ന അപ്പച്ചിയാണ്. ആ സിന്ധു കൃഷ്ണയൊന്നും എന്തെങ്കിലും പണി ചെയ്തായി ഞാൻ കാണല്ലേ. ഷാനി കൃഷ്ണയാണ് പിന്നെ വല്ലപ്പോഴും ഒന്ന് കിച്ചണിൽ കയറുന്നതായി കണ്ട്. ബാക്കി എല്ലാ പാവ അപ്പച്ചിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മൂമ്മയ്ക്ക് കയറി വന്നാൽ രാവിലെ വൈകുന്നേരം ഒരു കഞ്ഞി വേണം. ആ വീട്ടിലിരുന്ന് ആ ടി വി കണ്ടിരുന്നോളും. വേറെ എന്ത് പാടാണുള്ളത്? ഒരു മനുഷ്യന്മാരുടെയൊക്കെ ഒരു അവസ്ഥയെ, സ്വന്തം അമ്മേനോട് പോലും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഇങ്ങനെ എനിക്ക് ഇതെല്ലാം നമുക്ക് ഒരുമിക്കാമെന്ന് പറഞ്ഞപ്പോൾ ജോലി അതും വിട്ടിട്ട് വന്നത് എനിക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ 2 പേരും അമ്മൂമ്മ കരയുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, ഞാനും ഇരുന്ന് കരയും. എൻ്റെയും കരച്ചിൽ കണ്ടിട്ട് ജോലി പറഞ്ഞു ഓക്കെ തൽക്കാലത്തേക്ക് നമുക്ക് ഇന്ത്യയിലേക്ക് മാറിയിട്ട് അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കാം. അഥവാ അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ നിൽക്കും, അതാണ് പ്ലാൻ. അപ്പോൾ എല്ലാ കമൻറ്റ് സെക്ഷൻസിലെല്ലാവരും നീ മണ്ടത്തരോ കാണിച്ചാൽ വിട്ടിട്ട് വന്നേ. അപ്പോൾ ഒരു ഫോട്ടോ ഇടാം. അപ്പം ഞാനിപ്പോൾ ഇട്ട ഫോട്ടോ എന്ന് വെച്ചാൽ അമ്മൂമ്മേനെ SK ആശുപത്രിയിൽ മോക്ക് 2 മാസം പോലും തികഞ്ഞില്ല. ഞാൻ ഓടിച്ചാടി വന്നത് അമ്മൂമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടി ഡോക്ടർ രാത്രി ഉറക്കക്കുളി വരെ കൊടുക്കേണ്ടി വന്ന്. അപ്പൂപ്പനില്ലാത്തതുകൊണ്ട് അമ്മൂമ്മ ചെറുതായിട്ട് നല്ല ഡിപ്രഷൻ എന്ന് പറയാം. അമ്മാരി ഡിപ്രഷനല്ല, ഡെയിലി കരച്ചിൽ, ഡെയിലി സ്ട്രെസ്സ്. ഇങ്ങനെ പോയാൽ ഞാൻ തന്നെ അമ്മൂമ്മ ഇങ്ങനെ. അപ്പം ഈ ഒരു സാധനം കൂടെ എനിക്ക് ആളുടെ വീഡിയോയിൽ നിന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ആൾ പറയുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ നീ എടുത്ത ഡിസിഷൻ മണ്ടത്തരാണ്, പൊട്ടത്തരാണ് എന്നൊക്കെ പറയാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതിന് ആൾ കൺവേ ചെയ്തൊരു സാധനമാണ് ഒരു ഫോട്ടോഗ്രാഫ്. ആ ഫോട്ടോഗ്രാഫ് കണ്ടറിയാം അമ്മമ്മയുണ്ട്, പിന്നെ ആ കുട്ടിയുണ്ട്, മീൻസ് ഇവരുടെ കുട്ടിയുണ്ട്. അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം തൻവി കാണാൻ വന്നൊരു ഫോട്ടോയാണ്. തൻവി വരാനുണ്ടായിരുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അമ്മൂമ്മേൻ്റെ BP കൂടിയിട്ട് ഹോസ്പിറ്റലായ ഒരു സമയത്ത് അമ്മൂമ്മേനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പം ഈ എന്താണ് ഞാൻ പറയുന്നില്ല, അതാക്കിയാലും ഇതാക്കിയാലും വരെ യൂട്യൂബിൽ വന്ന് വിളമ്പുന്ന ആൾക്കാരാണ്. വീട്ടിലൊരു പച്ചക്കായ ഉണ്ടായാലും അല്ലൊരു ചെടി മുളച്ചാലും അപ്പുറത്തൊരു പൂച്ച വന്നാലും കോഴി പോയാലും അല്ലെങ്കിൽ സാരി വാങ്ങിയാലും കമ്മൽ വാങ്ങിയാലും ഡയമണ്ട് വാങ്ങിയാലും വരുന്ന ആൾക്കാരാണ്. ഇതൊന്നും കാണിച്ചില്ലല്ലോ. അമ്മൂമ്മയ്ക്ക് വയ്യാണ്ടായതും അമ്മൂമ്മേനെ ടേക്ക് കെയർ ചെയ്യാൻ പോയതും. അല്ല, ഞാൻ സത്യം പറയാണ്, ഞാൻ ഇതൊന്നും കണ്ടില്ല. കാനഡയിൽ നിന്ന് വരേണ്ടി വന്നോ തൻവി അമ്മൂമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട്?
അപ്പം തൻവീൻ്റെ ഈ ഒരു ഡിസിഷന് ഒരിക്കലും 1% പോലും ഞാൻ തെറ്റാൻ പറയില്ല. ഐ ബിലീവ് എൻ്റെ ചാനൽ കാണുന്ന നിങ്ങളും ഒരിക്കലും തെറ്റാന്ന് പറയില്ല. തൻവിക്കെങ്കിലും അതിനുള്ള മനസ്സുണ്ടായല്ലോ. അതിനുള്ള ഒരു ബ്ലെസ്സിങ് തൻവിക്ക് ടിൽ ദി എൻഡ് ഓഫ് ദി ലൈഫ് തൻവിക്ക് കിട്ടുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പണത്തിൻ്റെയും പ്രശസ്തിൻ്റെയും പുറമെ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കാണ്ട് പോകുന്ന ആൾക്കാർക്ക് കിട്ടേണ്ടത് ഒക്കെ കിട്ടുക തന്നെ ചെയ്യും. അതൊക്കെ എവിടെന്നെങ്കിലും സൈഡിൽ കൂടി അവിടുന്ന് ഇവിടെ കൂടിയൊക്കെ കിട്ടുമായിരിക്കാം. പക്ഷെ അത് മാറ്റി വെച്ചു. ഇപ്പം ചെയ്ത ഡിസിഷൻ വാസ് റൈറ്റ്. ഇല്ലേ എത്ര കാലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉള്ളിടത്തോളം കാലം ആൾക്കൊരു സമാധാനം കൊടുക്കുക. ഒന്നില്ലെങ്കിൽ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി നല്ലൊരവസ്ഥയിൽ എത്തിച്ചിട്ട് നല്ലൊരു നിലയിൽ എത്തിച്ചതാണ്. ആളുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നൊരു വ്യക്തി ആളുടെ ലൈഫിൽ നിന്ന് പോയി നിൽക്കുക. ഈ ഒരു സമയം ആൾക്ക് എന്തായാലും സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് കൊടുക്കാനുള്ളൊരു മനസ്സ് തോന്നിയതിന് ഹാറ്റ്സ് ഓഫ് ടു യു ആൻഡ് ബി വിത്ത് ഹെർ. പൈസയാണെങ്കിലും ജോലിയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. തൻവി പറഞ്ഞ പോലെ അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഞാനിവിടെ സ്റ്റേ ചെയ്യുമെന്ന് പറഞ്ഞത് ആ മൈൻഡിന് കൊടുക്കണം ഇന്നത്തെ ലൈക്കും കമൻറ്റും. ഇനി സിന്ധു കൃഷ്ണ റീസെൻ്റ്ലി ഫാമിലി വ്ളോഗ് എനിക്ക് തോന്നുന്നു 150K വ്യൂ ഒക്കെ ഉണ്ട്. കിച്ചൂസ് ബർത്ത്ഡേ അതിന് റിസോർട്ട് പോയ സമയത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ ആൻഡ് പോസിറ്റീവ് പ്ലേസ്. ഇന്ന് എനിക്കിവിടെ വന്നപ്പോൾ ഈ ഒരു ഏരിയ നോക്കിയപ്പോൾ ഈ ഒരു ഏരിയയിലായിരുന്നു ഓസിയുടെ വളകാപ്പിൻ്റെ ഒരു പ്രോഗ്രാം നടത്തിയത്. ഇവിടെയായിരുന്നു നല്ല പ്രോഗ്രാം. സ്റ്റേജിൽ ഡാൻസ് കളിച്ചതൊക്കെ ഈ സ്റ്റേജിലായിരുന്നു. സോ ഞാൻ ഭയങ്കരമായിട്ട് ഡാഡിയെ മിസ് ചെയ്തു. ഐ മീൻ ഐ വാസ് തിങ്കിങ് സോ മച്ച് അബൌട്ട് ഹിം. അന്ന് ഡാഡി ആദ്യമായിട്ട് ലൈഫിൽ ഫ്ലോറൽ ഡിസൈനുള്ള പച്ചയിൽ ഒരു ഭംഗിയുള്ള പൂക്കളുള്ളൊരു ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ ഇടാൻ താല്പര്യവും ഇല്ല, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ റിസ്ക് എടുക്കത്തും ഇല്ല. അങ്ങനത്തെ ഒരാളായിരുന്നു ഡാഡി. എപ്പോഴും ഒരിക്കൽ ഞങ്ങൾ ലുലു മോളിൽ കിച്ചുവിന് ഞാൻ സ്ഥിരം ഡ്രസ്സ് മേടിക്കുന്ന റെയർ റാബിറ്റ് എന്ന് പറഞ്ഞ കടയുണ്ട്. അവിടെ ഞാൻ കിച്ചുവിന് വേണ്ടി സെലക്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ ഇവരുണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഡാഡിക്ക് ടീഷർട്ട് വാങ്ങാറുണ്ട്. ടീഷർട്ട് സിമ്പിൾ ടൈപ്പ് ഇട്ട് കിച്ചുവിന് ഞാൻ ഇത് ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഉള്ള ഷർട്ട് എടുക്കുന്നുണ്ടല്ലോ. അപ്പം ഡാഡി അതിൽ വളരെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഡാഡിക്ക് പൂവുള്ള ഷർട്ട് വേണോ? അപ്പോൾ ഡാഡി അപ്പോൾ ഇങ്ങനെ പുള്ളിയുടെ മുഖത്ത് എനിക്കൊരു സന്തോഷം തോന്നി. അപ്പം ഞാൻ വെച്ച് ഒരെണ്ണം വാങ്ങിക്കൊടുക്കാം. അങ്ങനെ അന്ന് ഞാൻ ഡാഡിക്ക് വാങ്ങിച്ചു കൊടുക്കാം ആ ഒരു പച്ച കളർ ഷർട്ട്, പ്രിൻ്റുള്ള ഷർട്ട്. അതാണ് അന്ന്. ഞാൻ ഈ വീഡിയോ ഫുള്ള് ഇടണമെന്ന് കരുതി. ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത് പുള്ളീൻ്റെ മുഖത്തൊരു സന്തോഷം കണ്ടു. ഏത് പുള്ളീൻ്റെ മുഖത്താ? അല്ലേ വീഡിയോയിൽ വന്നിട്ട് വീഡിയോയിൽ വന്നിട്ട് എന്താ പറയുക, ഡാഡി 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 മറന്നുപോയില്ലേ? ഇടയ്ക്ക് പുള്ളി വന്നൂല്ലേ? ഞാൻ ഈ പുള്ളി കേട്ട സമയത്ത് ഞാൻ നിർത്തിയാട്ടോ. എനിക്കറിയില്ല സ്വന്തം അച്ഛനെ കയറി എങ്ങനെയാണ് പുള്ളി എന്ന് വിളിക്കുക എന്നുള്ളത്. എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. ആ കോളേജിൽ ഞാൻ അഡ്മിഷനും എടുത്തിട്ടില്ല. സോ എക്സ്ക്യൂസ് ഗൈസ്, എക്സ്ക്യൂസ്. അപ്പം ഈ റീസെൻ്റ്ലി ഒരു 12 ദിവസം മുമ്പ് ഇട്ട വ്ളോഗിൽ കാണിച്ചൊരു സാധനമാണിത്. എന്തായാലും ഡാഡി നഷ്ടപ്പെട്ടു, റെസ്റ്റ് ഇൻ പീസ്. ഐസ്ക്രീം കഴിച്ചു തിയേറ്ററിൽ നിന്ന്. അതുകൊണ്ട് ഫുള്ള് തുമ്മല, ടേക്ക് കംപ്ലീറ്റ് ആവുന്നില്ല, നിർത്തുക വീണ്ടും എടുക്കുക അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ അധികം സ്ട്രെയിനിൽ സൗണ്ടിൽ സംസാരിക്കാത്തത്. അപ്പോൾ ഡാഡി എന്തായാലും പോയി. ഇപ്പോൾ അവിടെ ഒരു മമ്മി ആ വീട്ടിലുണ്ട്. വല്ലപ്പോഴും സമയം കിട്ടുകയാണെങ്കിൽ സെലിബ്രിറ്റി മക്കളും സിന്ധു കൃഷ്ണയും കൂടെ പോയി ഒന്ന് മമ്മീനെ കാണാൻ ശ്രമിക്കുക. ഇനി സെലിബ്രിറ്റി മക്കൾക്ക് പറ്റില്ലെങ്കിൽ അവരവിടെ നിൽക്കട്ടെ. സിന്ധു കൃഷ്ണയൊന്ന് പോയി സ്വന്തം അമ്മേനെ നോക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പറയിപ്പിക്കലേടാ. ഒന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ ദി സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു നല്ലത് സൊസൈറ്റിക്ക് കാണിക്കുക. റംബൂട്ടാനൊക്കെ നമ്മൾ കൃഷി ചെയ്തോളാം, വാങ്ങണം തോന്നുമ്പോൾ വാങ്ങിക്കോളാം. ഇനി കേക്കാണെങ്കിലും നമ്മൾ വാങ്ങി കഴിച്ചോളാം. അല്ലെങ്കിൽ ഇനി ഡയമണ്ട് വാങ്ങുന്നതാണെങ്കിലും ഇനി 10,000-ൻ്റെ 20,000-ൻ്റെ ഡ്രസ്സ് വാങ്ങുന്നതാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്തോളാണ്. വല്ലപ്പോഴും ബന്ധങ്ങൾക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുടുംബത്തെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്ക്, അവരുടെയൊക്കെ കൂടെ നിൽക്ക്. എന്നാലേ കുറച്ചൊക്കെ കുരുത്തം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവും. അപ്പം ദിസ് എ പാർട്ട്. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇന്ന് നിങ്ങളായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നിങ്ങളുടെ പാരൻസ് തന്നെയാണ്. ഒരിക്കലും അവരെ മറക്കരുത്. അവരെ മറന്നുകൊണ്ട് ഒരു ലോകം നിങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് ലോകമായിരിക്കില്ല, പകരം നരകമായിരിക്കും എന്ന് മനസ്സിലുണ്ടാവട്ടെ. അത്രയേ ഉള്ളൂ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. നൗ ഇറ്റ്സ് 12 o'clock. നാളെ വർക്ക് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ.